കാണണ്ട തന്നെയാ. ഇവിടെ മോള് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഹോട്ട് സീറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം രേണുസുതി. താങ്കൾ അറിയപ്പെടുന്നത് മറ്റുള്ളവർക്ക് കളിയാക്കാനുള്ള, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ ഒരു കോമാളി പീസായി മാറുന്നു. കോമാളിയായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അങ്ങനെ തന്നെയാണ്, കാരണം എല്ലാരും ഇട്ട് കളിയാക്കുവാണല്ലോ. അപ്പൊ ഒരു കോമാളിയാണല്ലോ അങ്ങനെ കളിയാക്കേണ്ടത് വരുന്നത്. അങ്ങനെ ഒരു കോമാളി വേഷം സ്വയം എടുത്ത് അണിയാനുള്ള കാരണം എന്തായിരുന്നു? നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമാനിയാക്സ് എന്നെ ബോഡി ഷേമിംഗ് ആ ഭാഗം കളിയാക്കും. രേണുസുതി കാണിക്കുന്ന ഇച്ചിരി ഓവർ അല്ലേ? ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയ എന്റെ ഒരു പരിധി ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും. சத்தியமா சொல்றேன் சார், நான் இது சும்மா ஹாபிக்காக பண்ணல, 100% പ്രൊഫഷണൽ. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്ന് അഭിനയിക്കും. അതെന്റെ പൗരധർമ്മമാണല്ലോ. സൂചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ച കള്ളമല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ല. അല്ല, ജനങ്ങൾ സ്വന്തം പുള്ളി പറഞ്ഞ എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, ഞാൻ എനിക്ക് പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്, എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. ഞാനിപ്പോ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയായിരിക്കും. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ? പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകമൊന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണോ? എന്റെ ഡാഡി താങ്കള് എക്സ്പ്രഷൻ ഇടുമ്പോ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ, കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റും. സമയം വൈകി, കുറച്ച് തിരക്കുണ്ട്. പോട്ടെ.